السلام عليكم ورحمة الله. الحمد لله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فلا تجعلوا لله أندادا وأنتم تعلمون. وقال رسول الله صلى الله عليه وسلم قد أفلح من أسلم ورزق كفافا وقنعه الله بما آتاه أو كما قال رسول الله صلى الله عليه وسلم. صدق الله وبلغ رسوله النبي الكريم. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കാൻ നമ്മളോട് നിരന്തരം ഖതീബ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് ജുമുഅയുടെ ഖുത്ബ എന്നുള്ളത്. ഒരു മനുഷ്യൻ മുത്തഖിയായി തീരാൻ, അള്ളാഹുവിലുള്ള ശരിയായ വിഷയമുള്ളവനായി തീരാൻ സ്വന്തത്തിൽ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ബാക്കി വെച്ചതിന്റെ ഒരു ഭാഗമാണ് മനുഷ്യൻ അവന്റെ റിസ്കിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. തന്റെ മുമ്പിൽ ഭക്ഷണമായോ വസ്ത്രമായോ പാർപ്പിടമായോ മറ്റ് വാഹന സൗകര്യങ്ങളുമായോ എന്തെല്ലാം താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെയും തന്റെ മുമ്പിൽ എത്തിപ്പെട്ടിരിക്കുന്ന, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന അതിന്റെ നാൾ വഴികളിലൂടെ ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള തഖ്വയും ഈമാനും ദൃഢമാകാൻ അത് മാത്രം മതിയാകുന്നതാണ്. പടച്ച തമ്പുരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും ഖുർആനിലൂടെയും മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്ന ഹദീസുകളും ഖുർആനിക ആയത്തുകളും അദ്ദേഹം ഒരുപാട് നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫതൻ ثم 40 يوما علقة ثم 40 يوما مضغة ثم يبعث الله إليه الملك. ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിനെ അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 40 നാള് ബീജഖണങ്ങളായും പിന്നീട് 40 ദിവസങ്ങളോളം രക്തകട്ടയായും പിന്നീട് മാംസകട്ടയായും 40 ദിവസങ്ങൾ, ഇങ്ങനെ 120 ദിവസം പിന്നിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ആ കുട്ടിക്ക് ആ രൂപത്തിന് അല്ലാഹു രൂപം നൽകുകയും ആത്മാവ് ഊതുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യം 4 മാസമാകുമ്പോൾ ഒരു മലക്കിനെ നിയോഗിച്ച് അയക്കുന്നുണ്ട്. എന്നിട്ട് ആ മലക്കിനോട് അല്ലാഹു തആല ഇപ്രകാരം ആജ്ഞാപിക്കുന്നുണ്ട്, 4 കാര്യങ്ങൾ നീ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങളെ രേഖപ്പെടുത്തണം. തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ. ഒന്നാമത് അവന്റെ ആയുസ് എത്രയാണെന്നുള്ളത്. മറ്റൊന്ന് അവന്റെ റിസ്ക് എന്തെല്ലാം അവൻ ദുന്യാവിൽ അനുഭവിക്കുമെന്നുള്ളത്. മറ്റൊന്ന് അവന്റെ അമലാണ്, അവൻ എന്തൊക്കെ പ്രവർത്തിക്കും, എന്തെല്ലാം അവന്റെ കർമ്മ മേഖലകളിലൂടെ കടന്നു പോകുമെന്നുള്ളത്. പിന്നൊന്ന്, 4-മത്തത് അവൻ സഈദാണോ ഷഖിയാണോ, വിജയിച്ചവനാണോ പരാജിതനാണോ, പരലോകവുമായി ബന്ധപ്പെട്ടവൻ വിജയിയാണോ പരാജയിയാണോ എന്നുള്ളത്. ഇങ്ങനെ 4 കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ശരീഫിൽ വ്യത്യസ്തങ്ങളായ സൂറത്തുകളിലൂടെ അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞ ഒരു സംഭവമാണിത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്ന രൂപം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ശാസ്ത്ര ലോകവും കണ്ടെത്താൻ കഴിയാത്തതല്ലെങ്കിൽ ഇത്രയും ആധുനിക യുഗത്തിൽ പുരോഗമിച്ചിട്ടുള്ള ശാസ്ത്രത്തിന്റെ യാതൊരു തരത്തിലുള്ള
കണി പോലും ഇല്ലാതിരുന്ന ഒരു യുഗത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ ശരീഫ് അതിന്റെ ആഴത്തിൽ സംസാരിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ച് ഒരു ചെളിമണ്ണിന്റെ സത്തയിൽ നിന്നും വെള്ളവും ചെളിയുമെല്ലാം ഒരുമിച്ച് കൂടി കുഴഞ്ഞ ഒരു സുലാലത്തിൽ നിന്നും പല മണ്ണുകളുടെയും സത്തയിൽ നിന്നും മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു. അഥവാ നമ്മുടെ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹു തആല പറയുന്നത്. അവിടെ നിന്നിങ്ങോട്ട് ആദം നബിയുടെ സന്താന പരമ്പരകളുടെ സൃഷ്ടിപ്പിനെ പറ്റി അള്ളാഹു പറയുന്നത് അവനെ ثم جعلناه نطفة في قرار مكين, സുസ്ഥിരമായ പാർപ്പിടത്തിലുള്ള സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബീജകണമായി, ബീജത്തുള്ളിയായി പിന്നീടുള്ള ഓരോ മനുഷ്യരെയും സൃഷ്ടിപ്പിനെ നാം നിയോഗിച്ചു. ആ ബീജത്തുള്ളിയെ പിന്നീട് നാം രക്തകഷ്ണമാക്കി. പിന്നീട് ആ രക്തകഷ്ണത്തെ നാം അത് മാംസകഷ്ണമാക്കി. ഈ മാംസത്തെ കസൗനൽ ഇളാമ ലഹ്മ, പിന്നീട് ഈ മാംസത്തെ നാം എല്ലുകൾ കൊണ്ട് എല്ലാക്കി മാറ്റി. ഈ എല്ലിനെ നാം വീണ്ടും മാംസങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് എന്നിട്ട് മനുഷ്യനെ നാം ഒരു പുതിയ ആകാരമുള്ള ഭംഗിയുള്ള ഒരു സുന്ദരനായ ഒരു മനുഷ്യനായി നാം അവനെ രൂപപ്പെടുത്തിയെടുത്തു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ഇത്രയും വർണ്ണിച്ചത് കേട്ടപ്പോൾ തന്നെ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് അന്നത്തെ കാലത്ത് സഹാബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ പറയാൻ മാത്രം അർഹിക്കുന്നവരാണ് ഇന്നത്തെ യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് ഏറ്റവും ഉന്നതനായ സൃഷ്ടിപ്പിന്റെ ഉടമയായ അള്ളാഹുവിന്റെ കുദറത്തും കഴിവും വർണ്ണിച്ചുകൊണ്ട് തബാറക്കല്ലാ, പടച്ചവൻ എത്ര ഉന്നതനായിരിക്കുന്നു. അള്ളാഹുവിന്റെ ഔന്നത്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഇത്തരം വചനങ്ങൾ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെയും ഇത്തരം ആശയങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ആയത്തുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും വിവരിച്ചുകൊണ്ട് വലിയ തത്വചിന്തകനായ ഇബ്നു ഖയ്യിം ജൗസി റഹ്മഹുല്ലാഹ് അദ്ദേഹം വർണ്ണിക്കുന്ന അദ്ദേഹത്തിന്റെ വിവരണങ്ങളാണ് ഖതീബ് വളരെ ചിന്തയോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതന്നിട്ടുള്ള ചില വചനങ്ങൾ. അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ റിസ്കിന്റെ അത്ഭുതങ്ങളെ കുറിച്ച്. വലിയ മഹാത്ഭുതമാണ് മനുഷ്യന്റെ റിസ്കിന്റെ അവസ്ഥകൾ. അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചുള്ള റിസ്ക് ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ആരൊക്കെ തടസ്സം നിന്നാലും അത് തട്ടിമാറ്റാൻ സാധ്യമല്ലാത്ത രീതിയിൽ അത് അവനിൽ വന്നണയുക തന്നെ ചെയ്യും. അവൻ കഠിനാധ്വാനം ചെയ്താലും ഇല്ലെങ്കിലും ശരി, അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് അവന് അള്ളാഹു തീരുമാനിച്ച റിസ്ക് എത്തിപ്പെടും. അത് ഏതുപോലെ എത്തിപ്പെടും? അവന്റെ ആയുസ് എത്തിപ്പെടുന്നത് പോലെ എത്തിപ്പെടും. അള്ളാഹു തീരുമാനിച്ച സമയത്ത് സ്ഥലത്ത് വെച്ച് ആ കൃത്യം സമയമാകുമ്പോൾ അവന്റെ ആയുസ് തട്ടിയെടുക്കാൻ, അവന്റെ ആത്മാവ് പിടിക്കാൻ മലക്കുകൾ വന്നണിയുന്നത് പോലെ സത്യത്തിൽ നമ്മുടെ റിസ്കിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. 4-ാമത്തെ മാസം ആത്മാവ് ഊതപ്പെടുന്ന സമയത്ത് അജലിനെ, ആയുസിനെ അള്ളാഹു തീരുമാനിച്ചതുപോലെ തന്നെ റിസ്കും തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ ഈ റിസ്കും ആയുസ് എത്തിപ്പെടുന്നത് പോലെ സമയാസമയങ്ങളിൽ നമ്മുടെ റിസ്ക് നമ്മളിൽ എത്തിപ്പെടുക തന്നെ ചെയ്യും. പടച്ച തമ്പുരാൻ നമുക്ക് താക്കത്തുള്ളത് ശ്രമിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു. നമ്മുടെ കഴിവിൽപ്പെട്ടത് ശ്രമം നടത്താൻ, കഠിനാധ്വാനങ്ങൾ ചെയ്ത് എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടി ഒരു അധ്വാനത്തിന്റെ രൂപത്തിൽ നിന്ന് മറികടന്നുകൊണ്ട് അള്ളാഹുവിന് ഹറാമോ ഹലാലിന്റെയോ വരമ്പുകൾ പോലും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള അധ്വാനത്തിനൊന്നും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അനുവദിക്കപ്പെട്ട രൂപത്തിൽ തന്നെ അതിസാഹസികമായ രൂപങ്ങൾ മെനഞ്ഞ് കഷ്ടപ്പെട്ടുകൊണ്ട് പണിയെടുക്കാനും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ റിസ്കിനെ തേടണം, പണിയെടുക്കണം. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉള്ള പണികൾ എടുക്കണം. അതിസാഹസികമായ പണികളൊന്നും നിങ്ങൾ എടുത്തുകൊണ്ട് റിസ്കിന്റെ വഴിയിൽ നിങ്ങൾ തേടിയിറങ്ങേണ്ട ആവശ്യമില്ല എന്നത് അള്ളാഹുവിന്റെ റിസ്കിലുള്ള ഖലാഇലുള്ള വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അത് സത്യത്തിൽ ഈമാനിന്റെ ഭാഗവും കൂടിയാണ്. അള്ളാഹു നമുക്ക് തീരുമാനിച്ചത് എന്നാൽ കഴിയുന്നത് ഞാൻ അധ്വാനിച്ചാൽ മതി, ബാക്കി അള്ളാഹു ചെയ്തുകൊള്ളും. നമുക്ക് റിസ്കിന് ഒരു നിലയിലും കഴിവില്ലാത്ത കാലഘട്ടങ്ങളിലും അള്ളാഹു നമുക്ക് റിസ്ക് നൽകിയവനാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ 4 മാസം മുതൽ 9 മാസവും 10 ദിവസവും കഴിഞ്ഞ് പ്രസവിക്കുന്നത് വരെയുമുള്ള കാലയളവിൽ നമുക്ക് അള്ളാഹു റിസ്ക് നൽകിയവനാണ്. പക്ഷേ അന്ന് റിസ്ക് നൽകിയ വഴി ഒരേ ഒരു വഴിയിലൂടെ മാത്രമായിരുന്നു. പൊക്കിൾക്കൊടിയിലൂടെ അള്ളാഹു താല ആ കുട്ടിക്ക് ആവശ്യമായ, ഗർഭസ്ഥ ശിശുവിന് ആവശ്യമായ ഭക്ഷണങ്ങൾ അള്ളാഹു താല
ഒരു കേന്ദ്രത്തിലൂടെ മാത്രം എല്ലാ പോഷകങ്ങളും പ്രോട്ടീനുകളും ഒക്കെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഈ കുട്ടിയിലേക്ക് അല്ലാഹു തആല പാസ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു പടച്ച തമ്പുരാൻ. എന്ന് ഈ കുട്ടി ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നോ, അത് ആ വഴി അടയപ്പെട്ടതോടുകൂടി, മുറിക്കപ്പെട്ടതോടുകൂടി 2 വഴികളെയാണ് അല്ലാഹു തആല കുട്ടിക്ക് പിന്നീട് തുറന്നു കൊടുക്കുന്നത്. 2 വിശാലമായ പ്രോട്ടീനുകളും ഭക്ഷണങ്ങളും അടങ്ങിയിട്ടുള്ള, ദാഹത്തിനും ഭക്ഷണത്തിനും പാകമായ ഒരു മഹത്തായ ഭക്ഷണത്തിന്റെ 2 ശേഖരങ്ങളാണ് 2 വഴികളിലൂടെ മുലയൂട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കുട്ടിക്കും അല്ലാഹു നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിൽ നിന്നും 2ആക്കി അതിനെ വിപുലീകരിച്ചു കൊടുത്തു. ഏകദേശം 2 വയസ്സ് കാലത്തോളം മുലയൂട്ടൽ അവസാനിപ്പിക്കുന്നത് വരെയും അല്ലാഹു തആല അത് തുടർത്തിക്കൊണ്ടേയിരുന്നു. എന്ന് അത് അവസാനിക്കുന്നോ അതോടുകൂടി പിന്നെ ഈ 2-നെ 4 തരം ഭക്ഷണമായി അല്ലാഹു തആല മനുഷ്യരാശികൾക്ക് അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 2 ഭക്ഷണമാണ്, 2 പാനീയമാണ്. ഒന്ന് അത് സസ്യഭക്ഷണങ്ങളും പച്ചക്കറികളും അടങ്ങുന്ന സസ്യഭക്ഷണങ്ങള്, മറ്റൊന്ന് മാംസഭക്ഷണങ്ങള്. ഇങ്ങനെ വെജിറ്റബിളും നോൺ വെജിറ്റബിളുമായ 2 തരം ഭക്ഷണങ്ങള്. അതേപോലെ തന്നെ 2 തരം വെള്ളം, ഒന്ന് വെള്ളവും മറ്റൊന്ന് പാൽ നീരുകളും. ഇങ്ങനെ പാലും വെള്ളവും അടങ്ങുന്ന 2 ദ്രാവകത്തിന്റെ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ. മറ്റു 2 ഭക്ഷണങ്ങൾ, ഒന്ന് വെജിറ്റബിൾസും നോൺ വെജിറ്റബിളുമായ 2 തരം ഭക്ഷണങ്ങളും. ഇങ്ങനെ 4 തരം ഭക്ഷണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലങ്ങൾക്ക് ഭക്ഷണം തീറ്റിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ. ഇവിടെ നിന്നും അല്ലാഹു തആല അവസാനിപ്പിക്കുന്നില്ല. ഇതൊരു മനുഷ്യന്റെ മരണം വരെയും അല്ലാഹു തആല തുടർത്തിക്കൊണ്ടേയിരിക്കും. മരണത്തോടുകൂടി ഈ 4 വഴികളും അടയപ്പെട്ടതിന്റെ പേരിൽ അല്ലാഹു തആല അടുത്തതായി അല്ലാഹു തുറക്കുന്നത് 8 വഴികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. അഥവാ മനുഷ്യൻ അല്ലാഹു തആല റിസ്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജന്മം മുതൽ മരിച്ചിട്ട് അല്ലാഹു തആല പാരത്രിക ലോകത്തേക്ക് കടന്നു പോകുന്ന മനുഷ്യന് അവിടെയും അല്ലാഹുവിന്റെ റിസ്ക് വിശാലമാക്കി കൊടുക്കാൻ 8 വഴികളാണ് അല്ലാഹു തആല തുറന്നു വെച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ മനുഷ്യനെ അവന്റെ വിഭവങ്ങൾ ആസ്വദിക്കാൻ, റിസ്കുകൾ ആസ്വദിക്കാൻ വേണ്ടി അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നു. സ്വർഗവാസികൾക്ക് അല്ലാഹു തആല നൽകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം ജൗസി റഹ്മഹുല്ലാഹ് വളരെ നല്ല നിലയിൽ ഇങ്ങനെ സമർത്ഥിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വിശാലമായ രീതിയിൽ നമുക്ക് റിസ്കിന്റെ വഴികൾ അല്ലാഹു തആല തുറന്ന് തന്നിരിക്കുകയാണ്. സഹോദരന്മാർ, റിസ്കിന്റെ വഴികൾ അത്ര വിശാലമാണ്. ആ വിശാലമായ റിസ്കിന്റെ വഴികളിൽ നാം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ, അത് നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ടതും, നമ്മൾ കാട്ടിക്കൂട്ടുന്ന നിഷിദ്ധമായ വഴികളിൽ നിന്നും അത് നമ്മളെ തടുത്തുകൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, റിസ്ക് എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്ത് മാത്രമല്ല, ഒരുപാട് ഒരുമിച്ച് കൂട്ടിയ മുതലുകൾ മാത്രമൊന്നുമല്ല. ഒരാൾക്ക് ലഭിച്ച മുതലവന്റെ റിസ്കാകാം, അതേപോലെ തന്നെ അവന്റെ സന്താനങ്ങൾ അവന്റെ റിസ്കാകാം, അവന്റെ വീട്, വസ്ത്രം, അവന്റെ വാഹനങ്ങൾ, അവന് നൽകപ്പെട്ടിരിക്കുന്ന സ്വീകാര്യതകൾ, അവന് ജനമധ്യത്തിലിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, ഇതൊക്കെയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ട റിസ്കിന്റെ ഗണത്തിൽപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അവന്റെ ആത്യന്തികമായി അവന്റെ ശരീരത്തിന് നൽകപ്പെട്ടിട്ടുള്ള ആഫിയത്ത്, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈമാൻ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള റിസ്കിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ സാമ്പത്തികമായി ഒരല്പം കുറവ് വരുമ്പോഴേക്കും എനിക്ക് തന്റെ റിസ്കിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ടതില്ല. പരിസരങ്ങളിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കും തന്നേക്കാൾ താഴെയുള്ള മറ്റ് മേഖലകളെ പറ്റി ചിന്തിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ നിയമത്തിനെ പറ്റി നമ്മൾ ഓർക്കേണ്ടതാണ്, അനുസ്മരിക്കേണ്ടതാണ്. ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും എന്ന് വിശുദ്ധ ഖുർആൻ ശരീഫിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് വലഖദ് റസഖക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായി നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ സദാ ഓർത്തുകൊണ്ടേ ഇരിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ ശരീഫിന്റെ ആയത്തുകൾ നമ്മൾ ഓർത്തുകയാണ്. അപ്പോൾ നിങ്ങളോടൊന്ന് പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നാഹു അല്ലാഹു ബിമാ ആത. ഈ 3 കാര്യങ്ങൾ ലഭ്യമായവൻ വളരെ വിജയിച്ചവനാണെന്ന് പറഞ്ഞു. വളരെ വിജയിച്ചവനാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്ന്, മുസ്ലിം ആകാനുള്ള ഭാഗ്യം ലഭിച്ചു. അള്ളാഹുവിന് കീഴ്പ്പെടുവാനും വണങ്ങുവാനും ഭാഗ്യം ലഭിച്ചു, അങ്ങനത്തെ ഒരു മനുഷ്യൻ. മറ്റൊന്ന് വറുസിഖ കഫാഫൻ, ഒരു കഫാഫ് നൽകപ്പെടുകയും ചെയ്തു. എന്താണ് കഫാഫ് എന്ന് പറഞ്ഞാൽ? മതിയാകുന്ന അളവ്. തട്ടിമുട്ടി ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു മതിയാകുന്ന അളവ്. ഒരുപാട് എന്തൊക്കെയോ പൂതിയും അതിനപ്പുറവും കാട്ടിക്കൂട്ടാൻ മാത്രമൊന്നും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടൊന്നുമില്ല.
തന്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും മുഴുവനും സഫലീകരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ തരക്കേടില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകാവുന്ന ഒരു ചുറ്റുപാട്, ഒരു മധ്യമായ നിലയിലൂടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നൽകപ്പെടുകയും എന്നാലും ഭൗതിക വിഭവങ്ങളുടെ വിഷയത്തിൽ തന്നെക്കാൾ വലിയ ഉയർന്നവരിലേക്ക് ചിന്തിക്കാതെ തന്നെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിക്കൊണ്ട് അവന് അള്ളാഹു തആല നൽകിയതിൽ തൃപ്തനാക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ടതിൽ അവനെ അള്ളാഹു തൃപ്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3 ഗുണങ്ങളും കൂടെ 3 സംഗതികൾ കൈവരിച്ചവൻ വളരെ വിജയിച്ചവനാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. യഥാർത്ഥത്തിൽ ലൈസൽ ഗിന കസറത്തുൽ മാൽ, സമ്പത്തിന്റെ വർധനവല്ല ഐശ്വര്യം എന്നുള്ളത്. വലാകിന്നൽ ഗിന ഗിനൽ ഖൽബ്, പക്ഷേ ഐശ്വര്യം എന്നുള്ളത് ഹൃദയത്തിന്റെ ഐശ്വര്യമാണ്. അഥവാ പടച്ച തമ്പുരാനിൽ നിന്നും ഞാൻ അള്ളാഹു കൽപ്പിച്ചതെന്തോ ആ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു, ആ മാർഗത്തിൽ ഞാൻ അധ്വാനിച്ചു, ആ മാർഗത്തിൽ ഞാൻ ശ്രമിക്കേണ്ട ശ്രമങ്ങൾ, പ്രവർത്തിക്കേണ്ടതൊക്കെ ഞാൻ പ്രവർത്തിച്ചു. പക്ഷേ കിട്ടിയത് ഇത്രയേ ഉള്ളൂ, അള്ളാഹു വിചാരിച്ചത്, അള്ളാഹുവിന്റെ കല അത്രയേ ഉള്ളൂ എന്നോർത്തുകൊണ്ട് അതിൽ നമ്മൾ എപ്പോഴും തൃപ്തരായി കഴിഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ കലായിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നൽകപ്പെട്ടതിലുമുള്ള തൃപ്തി എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം, വിശ്വാസിയെ സംബന്ധിച്ചോളം വലിയ ഗുണമാണ്. പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വഴികളിൽപ്പെട്ട ഒരു വഴികൾ കൂടിയാണ്. ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സഹജീവികളെ കുറിച്ച്, അള്ളാഹുവിന്റെ മറ്റു ദാസന്മാരുടെ റിസ്കിന്റെ വഴികളെ കുറിച്ചും നമ്മുടെ മനസ്സുകളിലേക്ക് ചിന്തകൾ കടന്നുകൂടും. ഒരിക്കലും മറ്റുള്ളവരുടെ റിസ്കുകളിലും കൈവെക്കാനും അതും കൂടെ കവർന്നെടുക്കാനും നമ്മളെ പ്രേരിപ്പിക്കുകയില്ല. പലപ്പോഴും ഹറാമായ മാർഗങ്ങളിലൂടെ റിസ്ക് സമ്പാദിക്കാൻ നമ്മളെ പ്രേരിതമാക്കുന്നത് സത്യത്തിൽ അത്തരം വഴികളിലൂടെ നീങ്ങുന്നവരും ചിന്തിക്കേണ്ടത്, എന്നെ ഈ വഴിക്ക് തെളിച്ചുവിട്ടതിന്റെ കാരണം പടച്ചവന്റെ ഭാഗത്തുനിന്നും അനുവദിക്കപ്പെട്ട രൂപത്തിലൂടെ അള്ളാഹു നൽകിയതിൽ ഞാൻ തൃപ്തനല്ല എന്നതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഒരു കളങ്കമുണ്ട് അവിടെ. അതുകൊണ്ട് ഒരുപക്ഷെ നാം നിയോഗിക്കപ്പെട്ട ജോലികൾ തന്നെ ചെയ്യാതെ ശമ്പളം കൃത്യമായി വാങ്ങിപ്പറ്റുന്നുണ്ടാകും. അതും ഒരുപക്ഷെ ഹറാമായ രീതിയിലൂടെയുള്ള സമ്പാദ്യമാണ്. അതേപോലെ തന്നെ പലിശ മുതലുകളിലൂടെ, ചൂഷണങ്ങളിലൂടെ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കലിലൂടെ, എങ്ങനെയൊക്കെ ഹറാമിന്റെ രൂപങ്ങളിലൂടെ, അനുവദിക്കപ്പെടാത്ത രൂപങ്ങളിലൂടെ നമ്മൾ കൈവരിക്കുന്നുണ്ടോ, ഈ മാർഗങ്ങളിലൂടെയൊക്കെ നീങ്ങുന്നത് സത്യത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള റിസ്കിൽ നാം തൃപ്തരായിട്ടില്ല എന്ന് നമ്മുടെ പ്രവൃത്തി പദത്തിലൂടെ നമ്മൾ കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഗതികൾ ചെയ്യാൻ നമ്മളെ പ്രേരിതമാക്കുന്നത് തന്നെ. ഇന്ന് നമുക്കെല്ലാം അറിയാം, സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ വളരെ കൂടുതലും നമ്മുടെ രാജ്യങ്ങളും രാജ്യാന്തരങ്ങളിലും സർവ ലോകങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വിലക്കയറ്റത്തിന്റെ പേരിൽ ജനങ്ങൾ പ്രതിമുട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം. അതേപോലെ തന്നെ മൂലധന ശക്തികളുടെ കടന്നുകയറ്റത്തിന്റെ പേരിൽ പല ചെറുകിടക്കാരും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ചെറുകിട വ്യവസായികളും കച്ചവടക്കാരും ചെറുകിട വ്യാപാരികളുമൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാം ഒരു കേന്ദ്രീകരണത്തിന് മുമ്പിലേക്ക് വരികയും അവർ നിയന്ത്രിക്കുന്നത് പോലെ കമ്പോളവും വിതരണവും ഹോൾസെയിലുകളും റീറ്റെയിലുകളും ഒക്കെ ആയി മാറുന്ന ഒരു യുഗം. സത്യത്തിൽ ഇത്തരം കൈകളിലേക്ക് നമ്മൾ കടന്നു വെക്കുമ്പോഴും അതിന്റെയും ഇസ്ലാമിക വശം പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളും ഖുർആനിന്റെ വചനങ്ങളും ഈ ഭാഗത്ത് നമുക്ക് വല്ലതും പാഠമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കടന്നു ചെന്നുകൊണ്ട് പലപ്പോഴും ഒരു കൂര വെക്കാൻ 5 സെന്റ് പോലും സാധാരണക്കാർക്ക് കിട്ടാത്ത രൂപത്തിലേക്ക് നമ്മുടെയൊക്കെ മുതലുകൾ കൊണ്ട് നമ്മൾ സ്വത്തുകൾ വാങ്ങിക്കൂട്ടി റിയൽ എസ്റ്റേറ്റിലേക്ക് വഴിക്ക് നടക്കുന്നതിന്റെ പേരിൽ പലർക്കും അത് തടയപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. എന്നതുപോലെ തന്നെയാണ് റിസ്കിന്റെയും വഴികൾ എന്നുള്ളത്. ഉദാരവൽക്കരണത്തിന്റെ പേരിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രേക്കില്ലാത്ത, ഒരു നിയന്ത്രണവും ഇല്ലാത്ത വ്യവസായം. സത്യത്തിൽ ഇസ്ലാം അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്നൊക്കെ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹു പലിശയെ നിഷിദ്ധമാക്കി, കച്ചവടത്തെ അള്ളാഹു തആല ഹലാലാക്കി. ഒരാൾക്ക് ഇത്രയേ സമ്പാദിക്കാവൂ, അല്ലെങ്കിൽ സമ്പാദ്യത്തിന് ഇത്ര അളവുണ്ട് എന്നൊന്നും ഒരു നിർണയം അള്ളാഹുവിന്റെ ഖുർആനോ അല്ലെങ്കിൽ പ്രവാചകൻ ഹദീസോ നിർണയിക്കാത്തത് തന്നെയാണ്. ഒരാൾക്ക് എത്രയും വലിയ മുതലാളിയാകാം, എത്രയും വലിയ പണക്കാരനാകാം, ഏത് കച്ചവടവും ചെയ്യാം, പക്ഷേ ഹലാലായ രൂപങ്ങളായിരിക്കണമെന്ന് മാത്രം. പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവങ്ങൾക്കും സാധാരണക്കാർക്കും സാധാരണ വിലയിൽ ഒരു വസ്തു ലഭ്യമാകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഏതൊക്കെ മേഖലകളിലുണ്ടായിരുന്നോ അവിടേക്ക് ഉണർത്തുകയും പിടിച്ചു നിർത്തുകയും കടിഞ്ഞാടുകയും ചെയ്ത അനവധി തിരുവചനങ്ങൾ കാണാൻ സാധിക്കും. ഉദാരവൽക്കരണത്തിന്റെ പേരിൽ, കുത്തകവൽക്കരണത്തിന്റെ പേരിൽ, അതേപോലെ തന്നെ മൂലധന ശക്തികൾക്ക് ഒന്നടങ്കം രാജ്യത്തിന്റെ മുതലുകൾ മുഴുവൻ നിയന്ത്രിക്കാവുന്ന തരത്തിൽ വിലക്കയറ്റത്തിന് ഒരു ചില്ലറ ആളുകൾ മാത്രം നിയന്ത്രിക്കുന്ന അവസ്ഥകളിലേക്ക്
രാജ്യത്തിന്റെ മുതലുകൾ കടന്നുകൊടുന്നതിന് വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ ബാലൻസിന് എതിരായിട്ടാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. പടച്ചതമ്പുരാൻ നിർണയിച്ചിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ട്, ഒരു ലോകക്രമമുണ്ട്. ആ ലോകക്രമത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ലോകത്തിന്റെ മൊത്തം ഫസാദിന് കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആന്റെ ചരിത്രങ്ങളിലൂടെ നമ്മൾ ഉണർത്തി തരുന്നുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കമ്പോളങ്ങളായി വലിയ വലിയ മാർക്കറ്റുകളായി രൂപപ്പെട്ടിരുന്ന മക്കയിലെ മാർക്കറ്റ്, മദീനയിലെ മാർക്കറ്റ്, ഫലസ്തീനിലുള്ള മാർക്കറ്റുകൾ, ഇത്തരം മാർക്കറ്റുകൾ, ഈ മാർക്കറ്റുകളിലേക്ക് ആളുകൾ ചരക്കുകളുമായി കടന്നു വരുന്ന കർഷകർ, ഈ കർഷകരിൽ നിന്നും ഒന്നാകെ വിലക്ക് വാങ്ങിക്കൊണ്ട് അത് ചില്ലറ ആളുകൾ അത് കൈവെക്കുകയും എന്നിട്ട് അവരിൽ നിന്ന് മാത്രം അത് വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വില നിശ്ചയിക്കുന്നത് അവരുടെ കൈകളിലൂടെ മാത്രമായിരിക്കും. ആളുകൾക്ക്, സാധാരണക്കാർക്ക്, കച്ചവടത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്നവർക്ക് അവർക്ക് ലളിതമായ വിലയിൽ, സാദാസിത വിലയിൽ സാധനങ്ങൾ കിട്ടുന്നതിന് ഞെരുക്കം സൃഷ്ടിക്കുമെന്നത് കണ്ടറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരുപാട് അനവധി ഹദീസുകൾ കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ധാരാളം കാണാൻ സാധിക്കും. ലാ യബിയ ഹാവറുൻ ലിബാദിൻ വലാ തതലഖു റുക്ബാന ഫി തരീഖ്. നിങ്ങൾ ഒരിക്കലും ഈ ചരക്കുകളുമായി വരുന്ന കർഷകരെ വഴിയിൽ ചെന്ന് കണ്ടിമുട്ട് അവിടെ നിന്ന് ഒന്നാകെ വാങ്ങുക. കമ്പോളത്തിലേക്ക് വരുന്നതിന് മുന്നേ അവ ഒന്നാകെ ശേഖരിക്കാൻ വേണ്ടി വഴിയിൽ ആരും പോയി കച്ചവടം ചെയ്ത് കണ്ടുമുട്ടാൻ പാടില്ല. അവർ കമ്പോളങ്ങളിലേക്ക് അവരുടെ ചരക്കുകളുമായി വരട്ടെ. ലാ യബി ഹാദറുൽ ലിബാദിൻ. മലയോര പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഒരിക്കലും ആ ആദിവാസികൾക്കോ കർഷകർക്കോ വിറ്റുകൊടുക്കാൻ വേണ്ടി ഒരു പട്ടണവാസി ഇടപെട്ടു പോകരുത് എന്ന് നിങ്ങൾ പറഞ്ഞു. കാരണം നിങ്ങളുടെ ഇടപെടലുകൾ അവരാഗ്രഹിക്കുന്ന വിലക്ക് കമ്പോളങ്ങളിൽ വരികയും അവരത് വിറ്റ് പോവുകയും ചെയ്തുകൊള്ളട്ടെ. ആളുകൾക്ക് സാധാരണ വിലയിൽ സാമഗ്രികൾ ലഭ്യമാകട്ടെ. ലാ യബി ഹാദറുൽ ലിബാദിൻ. ഒരു പട്ടണവാസി ഒരിക്കലും ഒരു കർഷകന് വേണ്ടി വിൽപ്പനയ്ക്ക് വേണ്ടി നിന്നു കൊടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താക്കീതായ ഹദീസുകൾ നാം ഓർത്തു നോക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഈ ഒരു ആഗ്രഹവും ആർത്തിയും എത്ര കണ്ട് മുതൽ കൂടിയാലും ശരി, വലിയ വലിയ കോടിപതികളായാലും ശരി, ആ കോടിയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി കോടിപതികളായ ആളുകളുടെ ദുരാഗ്രഹമാണ് സത്യത്തിൽ ഇത്തരം ആഗ്രഹങ്ങളിലേക്ക്, ഇത്തരം മോശമായ അവസ്ഥകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു കളയുന്നത്. സത്യത്തിൽ ഉദാരവൽക്കരണത്തിന്റെ പേരിൽ സ്വകാര്യമായ രീതിയിൽ ഈ ചെറുകിട വ്യവസായങ്ങൾ പലതും അപ്രത്യക്ഷമാകുന്ന രൂപത്തിലേക്ക് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന പല വസ്തുതകളുടെയും പല വസ്തുക്കളുടെയും കച്ചവടങ്ങളുടെയും അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും കാണുന്ന ഒരു കാഴ്ച, കർഷകർ പോലും സത്യത്തിൽ 1-2 വർഷം ഇത്തരം കുത്തകകൾ മൂലധന ശക്തികളിൽ നിന്നും അഡ്വാൻസ് കാശ് വാങ്ങി ഉൽപ്പന്നങ്ങൾ മൊത്തമായി അവർക്ക് കൊടുക്കാമെന്ന് നിൽക്കുകയും അവര് ഹോൾസെയിൽ കച്ചവട വ്യാപാരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ 15 ആണെങ്കിൽ നാളെ ഒരു പക്ഷേ 13 രൂപയാകാം, ഇന്ന് മറ്റൊരു ദിവസം 20 രൂപയാം. ഈ മാറ്റക്കുറച്ചിനൊക്കെ പകരം നിത്യേന ഒരു കൃത്യമായ വില കിട്ടുമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ പലരും ഇത്തരം മൂലധന ശക്തികളിൽ നിന്നും അഡ്വാൻസ് തുക വാങ്ങിപ്പറ്റിയിട്ട് ഉൽപ്പന്നങ്ങൾ ഒന്നാകെ അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു മാർക്കറ്റിൽ, ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ ഒരു 50ഓളം കച്ചവടക്കാരുണ്ടായിരുന്നുവെങ്കിൽ 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ ആളുകളൊക്കെ അപ്രത്യക്ഷമാവും. കാരണം നമ്മളിലേക്ക് കർഷകരാരും സാധനം കൊണ്ടുവരൽ നിർത്തിവെച്ചിരിക്കുകയാണ്. അവർ ഒന്നാകെ 1-2 കമ്പനികൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ കുത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയും. ഏകദേശം കാര്യങ്ങളുടെ അവസ്ഥകൾ ഒന്നാകെ ഈ 2-3 വലിയ കമ്പനികളുടെ കൈകളിലേക്ക് കാര്യം വരികയും ഈ ചെറുകിട കച്ചവടക്കാർ മൊത്തം അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ പിന്നെ കച്ചവടത്തെയും കമ്പോളത്തെയും നിയന്ത്രിക്കുന്നത് ഈ കുത്തകകളും മൂലധന ശക്തികളും മാത്രമായിരിക്കും. അപ്പോൾ ഈ കർഷകരിൽ നിന്നും വിലയിൽ മാന്യമായ രീതിയിൽ, കാര്യമായ രീതിയിൽ ഇടിവോടുകൂടി കർഷകരിൽ നിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങാൻ അവര് കർഷകരെയും നിർബന്ധിക്കും. അതേപോലെ തന്നെ മാർക്കറ്റിലുള്ള വിതരണത്തിന്റെ വിലയും ഇരട്ടികളിൽ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോഴാണ് കർഷകർ പോലും കൈമലത്തുന്നത്. അബദ്ധം സംഭവിച്ചു പോയി. ഇനി കമ്പോളങ്ങളിലേക്ക് ചെന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ പണ്ടേ വിറ്റുകൊണ്ടിരുന്ന നമ്മുടെ സാധാരണ കച്ചവടക്കാരൊക്കെ അപ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ തന്നെ കൊടുക്കുകയല്ലാതെ നമ്മുടെ ചരക്കുകൾ വിറ്റഴിക്കാൻ യാതൊരു മാർഗവുമില്ല എന്ന അർത്ഥത്തിൽ കർഷകർ വളരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. പൊതുജനവും വരയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഇത്തരം സംരംഭങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരാശികൾക്ക് റിസ്കിനു വേണ്ടി അല്ലാഹു തആല വെച്ചിട്ടുള്ള ക്രമീകരണത്തെ, ബാലൻസിന്റെ രൂപങ്ങളെ
അതിന് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു മഹാപാതകമായി നമ്മൾ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ നമ്മളോട് ഉണർത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ 2 ആയത്തുകൾ ശക്തമായ രീതിയിൽ അല്ലാഹു തആല ഇത്തരക്കാർക്ക് പാഠം നൽകുന്ന ആയത്തുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂറത്തു സൂറത്തില് സബ ഗോത്രക്കാർക്ക് അല്ലാഹു തആല അവതരിച്ചിട്ടുള്ള, അവർക്ക് ഇറക്കിയിട്ടുള്ള നാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വചനങ്ങൾ ഖുർആൻ ശരീഫിലൂടെ പറയുന്നുണ്ട്. അവിടെ ഇപ്രകാരം കാണാൻ സാധിക്കും: وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين فقالوا ربنا باعد بين أسفارنا وظلموا أنفسهم فجعلناهم أحاديث ومزقناهم كل ممزق إن في ذلك لآيات لكل صبار شكور. ഈ 2 ആയത്തുകൾ നാം നിങ്ങളൊക്കെ ഓതുന്ന വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ 2 ആയത്തുകളാണ്. എന്ത് വിഷയമാണ് ഈ ആയത്തിൽ അല്ലാഹു പരാമർശിക്കുന്നതെന്ന് ശരിക്കും നമ്മൾ ചിന്തിക്കണം. യമൻ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് സബ എന്ന് പറയുന്നത്. പഴയ കാലത്ത് യമനിൽ നിന്നും മാർക്കറ്റിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഫലസ്തീൻ എന്നുള്ളത്. ഇന്നത്തെ സിറിയയും ഷാമും ഒക്കെ അടങ്ങുന്ന ഫലസ്തീൻ എന്നുള്ളത്. യമനിൽ നിന്നും കച്ചവട സംഘമായി ഫലസ്തീനിലേക്ക് പോയി അവിടെ വിൽക്കാവുന്ന വിൽപ്പന ചരക്കുകളെല്ലാം വിറ്റ് അവിടുന്ന് പകരം പല സാധനങ്ങളുമായിട്ട് തിരിച്ച് യമനിലേക്കും വരും. ഇങ്ങനെ പോകുന്ന കച്ചവട സംഘങ്ങൾ അവര് പോകുന്ന വഴിക്ക് കുറെ ഇടത്താവളങ്ങൾ ഉണ്ടായിരുന്നു. രാത്രികളിൽ അവര് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സ്ഥലങ്ങൾ. ആ ഇടത്താവളങ്ങളിൽ പല പല സ്ഥലങ്ങളിലുമായി മാർക്കറ്റുകളും ഹോട്ടലുകളും ഉയർന്നു വന്നു. സ്വാഭാവികമായിട്ടും ഈ വിദൂരമായ 2 രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അവർക്കിടയിൽ കൃഷി ചെയ്യുന്ന ആ രാജ്യങ്ങൾക്കിടയിലുള്ള കർഷകർ മുഴുവനും ഈ ഇടത്താവളങ്ങളെ മാർക്കറ്റുകളായി മനസ്സിലാക്കുകയും എന്നിട്ട് ആ ഇടത്താവളങ്ങളിൽ നിന്നും ചെറുകിട കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഫലസ്തീനിൽ നിന്നും യമനിലേക്ക് കടന്നു വരുന്ന കച്ചവട സംഘങ്ങൾക്ക് ഇടയ്ക്ക് കുറെ കച്ചവടങ്ങൾ നടക്കുകയും ഇടത്താവളങ്ങൾ സംഭവിക്കുകയും ഒരുപാട് ചെറുകിട വ്യാപാരങ്ങൾ അവിടെ ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ചെറുകിട വ്യാപാരങ്ങൾ യഥേഷ്ടം ഉയർന്നു വന്ന് കണ്ടപ്പോൾ ഫലസ്തീനിൽ അന്നിരുന്ന അന്നത്തെ മൂലധന ശക്തികളും യമനിലുള്ള മൂലധന ശക്തികൾക്കും ഇത് ദഹിച്ചില്ല. ഈ ഇടത്താവളങ്ങളെ മുഴുവനും അപ്രത്യക്ഷമാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. എങ്കിലേ സർവ കച്ചവട ചരക്കുകളും നമ്മുടെ കൈകളിലൂടെ വിറ്റഴിക്കപ്പെടണം. അത് മൊത്തം നമ്മളിലൂടെ തന്നെ കേന്ദ്രീകരിക്കപ്പെടണം. അതിന്റെ വില നിയന്ത്രിക്കുന്ന നമ്മളായി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടത്താവളങ്ങളെ മൊത്തം അപ്രത്യക്ഷമാക്കാൻ വേണ്ടി അന്ന് ചില ആസൂത്രിക നീക്കങ്ങൾ നടന്നു. ആ മൂലധന ശക്തികളുടെ ആസൂത്രിക നീക്കങ്ങളും അതിന്റെ പേരിൽ അല്ലാഹു അവരെ പിടികൂടിയ ശിക്ഷയെയും കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ പറയുന്നത്. യമനുകാരായ സബ ഗോത്രക്കാരുടെയും നാം ഐശ്വര്യമാക്കിയ ഭൂമി അഥവാ ബർക്കത്തുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ, ഈ 2 രാജ്യങ്ങളുടെയും ഇടയിൽ നാം ഖുറൻ ലാഹിറത്തൻ ഒരുപാട് ഇടത്താവളങ്ങളായ ഗ്രാമങ്ങളെ നാം സൃഷ്ടിച്ചു കൊടുത്തവർക്ക്. എന്നിട്ട് അവരോട് ഖദ്ദർന ഫീഹ സൈർ, ഈ ഇടത്താവളങ്ങളിലൂടെ നാം അവർക്ക് യാത്ര സൗകര്യം ചെയ്തു കൊടുത്തു. ഒരുപാട് യാത്ര, യഥേഷ്ടം അവർ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. സീറൂ ഫീഹ ലയാലിയ വ അയ്യാമൻ ആമിനീൻ, രാവും പകലും നിർഭയത്തോടുകൂടി അവരോട് നാം നിങ്ങൾ സഞ്ചരിച്ചോളീൻ, വിശ്രമിച്ചോളീൻ, എന്നിട്ട് താമസിക്കുകയും വിശ്രമിക്കുകയും ഇടത്താവളങ്ങളും കച്ചവടങ്ങളുമായി ആ ഇടയിലുള്ള മുഴുവൻ പ്രദേശങ്ങളും വളരെ ഐശ്വര്യപൂർവ്വമാവുകയും ഒരുപോലെ കർഷകരും അതേപോലെ തന്നെ ഉപഭോക്താക്കൾക്കും ഒക്കെ ഉപകാരപ്രദമായ രീതിയിൽ ഈ രാജ്യങ്ങളെ നാം നിയമിച്ചു കൊടുത്തു. പക്ഷെ എന്തുണ്ടായി? ഫഖാലു റബ്ബനാ ബായിദ് ബൈന അസ്ഫാരിനാ വളമു അൻഫുസഹും ഫജഅൽനാഹും അഹാദീസ് വമസഖ്നാഹും കുല്ല മുമസ്സഖ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ. പക്ഷേ അത് അവർക്ക് ദഹിച്ചില്ല. അങ്ങനെ അവരൊരു ആസൂത്രിത നീക്കം നടത്തി. എന്താ നീക്കം? ഈ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീനിന്റെയും യമനിന്റെയും ഇടയിലുള്ള നേരെയുള്ള പാതയിൽ കൊള്ള സംഘങ്ങളുടെ ഭീഷണി മുഴക്കുകയും ആളുകളെ ഭീതിപ്പെടുത്തുകയും എന്നിട്ട് ജനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നത് മാറ്റി മറ്റൊരു വിദൂരമായ വഴി ചുറ്റിക്കറങ്ങി വട്ടം കറങ്ങി പോകാനുള്ള ഒരു വഴി സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു. ആരും അതിലൂടെ പോയി പോകരുത്, അവിടെ കൊള്ള സംഘങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഒരു തരം ഭീഷണി മുഴക്കാൻ അവര് പ്ലാൻ ചെയ്തു.
അങ്ങനെ അവർ പ്രകാരം പറഞ്ഞു, റബ്ബന ബായിദ് ബൈന അസ്ഫാരിന, ഞങ്ങൾക്കിടയിലുള്ള വിദൂരതയെ നീ അങ്ങേറ്റത്തെ ദൂരം സൃഷ്ടിച്ചുകൊണ്ട് പടച്ചവനെ എന്ന് പടച്ചവനോട് അവര് ദൂരമുള്ള യാത്ര, ദൂരമുള്ള വഴിയെ അവർ തേടിപ്പോകാൻ വേണ്ടി ശ്രമം നടത്തി. അംഫുസഹും, അവർ സ്വന്തത്തെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആളുകൾ എന്ത് ചെയ്തു? സാധാരണക്കാരായ കച്ചവടക്കാര് ആ വഴിയിലൂടെയുള്ള സഞ്ചാരത്തെ നിർത്തലാക്കി. അങ്ങനെ ഈ ഇടത്താവളങ്ങളെല്ലാം അപ്രത്യക്ഷമാകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഫലസ്തീൻ വിട്ടാൽ പിന്നെ യമൻ വിട്ടാൽ ഫലസ്തീൻ, ഇടയ്ക്കുള്ള കച്ചവടങ്ങളെല്ലാം അപ്രത്യക്ഷമായി. ഇങ്ങനെ ഒരു ലോകക്രമം അവരുടെ പ്രവർത്തികളിലൂടെ, അവരുടെ ആസൂത്രിക നീക്കങ്ങളിലൂടെ മൂലധന ശക്തികൾ ഇപ്രകാരം പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു തആല പറയുന്നു, ഫജഅൽനാഹും അഹാദീസ്, ഈ സമൂഹത്തെ നാം വെറും സംസാരം മാത്രമാക്കി, നാമാവശേഷമാക്കി അള്ളാഹുവിന്റെ ശിക്ഷ ഇറക്കി കൊടുത്തവർക്ക്. വെറും ഇങ്ങനൊരു കൗമുണ്ടായിരുന്നു കച്ചവടക്കാരെന്ന് പറയുക എന്നല്ലാതെ ഈ സമൂഹത്തിന് ഒന്നാകെ നാം നാശമിറക്കിച്ച് എല്ലാ അർത്ഥത്തിലും അവരെ നാം പിച്ചു ചീന്തിക്കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൃഷ്ടാന്ത പറ്റി പറയുന്നത്, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ, എല്ലാ ക്ഷമാലുകളായ നന്ദിയുള്ള ദാസർക്കും ഇത്തരം അള്ളാഹുവിന്റെ മുൻകാല നടപടിക്രമങ്ങളിലും മുൻകാല ചരിത്രങ്ങളിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് ലോകത്തിന്റെ ഇപ്പോൾ പോകുന്ന ഒരു ക്രമം സത്യത്തിൽ അള്ളാഹു വരച്ചു കാണിച്ചു തന്നിട്ടുള്ള, പടച്ചവൻ തന്നിട്ടുള്ള ഒരു മീസാനീയത്തിന്, ഒരു ബാലൻസിന്, ക്രമീകരണത്തിന് വൈരുദ്ധ്യമാണ് സഹോദരന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ആയത്തുകളിലൂടെ ഇത്തരം സംഭവങ്ങൾ മനുഷ്യരാശികളായി നമ്മളോട് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നൽകിയിട്ടുള്ള റിസ്കിന്റെ വഴികൾ, അത് ആ വഴിയിലങ്ങ് നീങ്ങുന്നതിന് പകരം അവിടെ എവിടെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തടസ്സം സൃഷ്ടിക്കുന്നതുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള നേരിടലും തടസ്സതമ്പരാനോടുള്ള ഒരു മാത്സര്യ ബുദ്ധിയോട് കൂടിയുള്ള നമ്മുടെ ഒരു ധൈര്യം കാണിക്കലുമാണെന്ന്, അതുകൊണ്ട് തന്നെ അതിന്റെ മഹാഭവിഷ്യത്ത് നമ്മൾ നേരിടേണ്ടി വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും എടുത്തു കളയുകയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് പടച്ചവൻ അനുവദിച്ച മാർഗങ്ങളിലൂടെ മാത്രം അധ്വാനിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടിരിക്കുന്ന റിസ്കിന്റെ വഴികളിലൂടെ നമ്മൾ അധ്വാനിക്കുക, പരിശ്രമിക്കുക, ഉള്ളതിൽ നമ്മൾ തൃപ്തിപ്പെടുക. പടച്ചവൻ എല്ലാ അടിമകൾക്കും അല്ലാഹുവിന്റെ റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്രമീകരണത്തെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിലുള്ള ദൃഢവിശ്വാസവും യഖീനും ഈമാനും വർദ്ധിക്കുന്നവരായി മാറാൻ ഇത് മാത്രം അല്ലാഹുവിന്റെ ക്രമീകരണത്തെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന ഏതെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും സർവ ലോകത്തിന്റെയും ആളുകളുടെ റിസ്കിന്റെ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഹലാലായ റിസ്കിന്റെ വഴികൾ അല്ലാഹു തആല വിശാലമായ രീതിയിൽ ഉമ്മത്തിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.